എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ഓം ശരവണഭവായ നമഃ. മുരുകാശരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുപ്പുകഴിലേക്ക് കടക്കാം. ഇന്നത്തെ തിരുപ്പുകഴ് വിന്തത്തിനൂരി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം തിരുച്ചെന്തൂരാണ്. നമുക്കറിയാം, ഭഗവാന്റെ 6 പടൈ വീടിലൊന്നാണ് തിരുച്ചെന്തൂർ. മറ്റുള്ള പടൈ വീടുകളൊക്കെ ഇപ്പോൾ പഴനി, പഴമുതിർച്ചോലൈ, തിരുത്തണി, എന്താ പറയുക, സ്വാമിമല, ഇത് ഓരോന്നെടുത്താലും എല്ലാം തന്നെ മലമുകളിലാണ് ഉണ്ടാവുക. എല്ലാം ഭഗവാൻ മലയുടെ ഗിരിനാഥനായിട്ടാണ് പറയുന്നത്, അല്ലേ? എന്നാൽ ഭഗവാന്റെ ഒരേ ഒരു പടൈ വീടാണ് കടൽക്കരയിലുള്ള തിരുച്ചെന്തൂർ. അതിന് എന്താ കാരണം എന്ന് പറഞ്ഞാൽ, തിരുച്ചെന്തൂരിൽ ഭഗവാന്റെ സൂരപത്മ നിഗ്രഹം കഴിഞ്ഞ് ആ ഒരു വിക്ടറി കാണിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തിരുച്ചെന്തൂർ പറയുന്നത്. എന്താ പറയുക, നമ്മുടെ സ്കന്ദപുരാണത്തിലും മറ്റും പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കടലിൻ്റെ നടുവിലായിട്ട്, അതായത് സൂരപത്മന് ഒരു കടൽ നടുവിലൊരു ഫോർട്രസ് ഉണ്ടായിരുന്നു, ഒരു കോട്ടയുണ്ടായിരുന്നു. വീരമഹേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു കോട്ടയുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഇദ്ദേഹം, നമ്മുടെ മുരുകഭഗവാൻ സൂരപത്മനെയും അവരുടെ സർവ്വവിധമായ അസുരന്മാരെയും ഇല്ലാണ്ടാക്കി. ആ വാറിൽ ഭഗവാൻ, മുരുകഭഗവാന്റെ ജനനം തന്നെ അതിനായിക്കൊണ്ടായിരുന്നല്ലോ. സൂര്യപത്മൻ വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഭഗവാന്റെ തപസ്സിരുന്ന്, അനേക വർഷങ്ങൾ തപസ്സിരുന്ന് ഭഗവാനിൽ നിന്ന്, ബ്രഹ്മദേവനിൽ നിന്ന് ഒരു വരം വാങ്ങും, ശിവപുത്രന് മാത്രമേ തന്നെ നിഗ്രഹിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അപ്പോൾ ഈ സൂരപത്മന് നല്ല അറിവായിരുന്നു. എന്താ വെച്ചാൽ, ശിവൻ, ഭഗവാൻ ഇതിലായിരുന്നു, സതീത്യാഗത്തിന് ശേഷം അഗാധമായ ധ്യാനത്തിൽ ഭഗവാന്റെ ഡീപ് തപസ്സിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ശിവപുത്രൻ എന്നുള്ളത് ചാൻസേ ഇല്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഇങ്ങനെ ഒരു വരം വാങ്ങിയത്. എന്നാൽ സർവവും അറിയുന്ന പരമാത്മാവ് ഭഗവാൻ എന്തായി, ശിവൻ്റെ പുത്രനായിട്ട് മുരുകഭഗവാന്റെ ജനനമുണ്ടാവുകയാണ്. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ സാക്ഷാൽ പരമശിവൻ്റെ, ഭഗവാന്റെ അംശമായിട്ടാണ് നമ്മുടെ മുരുകഭഗവാന്റെ ജനനമുണ്ടായത്. അപ്പോൾ ഭഗവാൻ മുരുകൻ ഇങ്ങനെ സൂരപത്മനെയും അവരുടെ എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ചപ്പോൾ, സൂരപത്മന് ഇരണ്യൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്. ആളെന്ത് ചെയ്തു, സമുദ്രത്തിൻ്റെ ഉള്ളിൽ, ഈ ഫോർട്രസിൻ്റെ സമുദ്രത്തിൻ്റെ ഉള്ളിൽ അഭയം തേടി. അപ്പോൾ ഭഗവാൻ അവിടെ പോയി ഇരണ്യനെ നിഗ്രഹിച്ച്, ഇരണ്യനെ 2ആയി പിളർന്നിട്ട്, അതാണത്രേ ഭഗവാന്റെ ഒരു ഭാഗം ഭഗവാന്റെ മയിലും മറ്റൊന്ന് കോഴി, ഭഗവാന്റെ ഇതിൻ്റെ കൊടിയിൽ കോഴി അടയാളമാണ്. അപ്പോൾ ഒന്ന് പൂവൻ കോഴിയും ഒന്ന് മയിലുമായിട്ട് മാറ്റിയത് ഈ ഇരണ്യനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ സംഹാരമൊക്കെ കഴിഞ്ഞ് വിജയക്കൊടി പാറിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീ മുരുകന് തൻ്റെ പിതാവായ ശിവഭഗവാന് ആ ഒരു നൽകുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഭഗവാന്റെ ഒരു നന്ദി പ്രകടനം എന്ന വണ്ണം, ഈ വിക്ടോറിയസ് ആയി വന്നതിന് ശിവഭഗവാന് നൽകുന്ന ഒരു നന്ദി പ്രകടനമായിട്ടാണത്രേ സാക്ഷാൽ ദേവന്മാരുടെ ആർക്കിടെക്റ്റായിട്ടുള്ള, ദേവന്മാരുടെ ശില്പിയായിട്ടുള്ള ആർക്കിടെക്റ്റായിട്ടുള്ള മയനെ വിളിച്ചു വരുത്തി, മയനിർമ്മിതമായിട്ടാണ് തിരുച്ചെന്തൂരിലെ നമ്മുടെ ഈ അമ്പലം പണി കഴിപ്പിച്ചത്. അപ്പം അത്രയ്ക്കും പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ, അത്രയും പരിപാവനമായതും. ഇതിന് പല പല വർണ്ണനകളുണ്ട്. തിരുച്ചെന്തൂരിൽ 7 തട്ടുള്ള ഗോപുരമാണ്. അത് എന്താ പറയുക, പലവിധമായ പ്രകൃതിക്ഷോഭങ്ങൾക്കൊന്നും അടിമപ്പെടാതെ, കടൽക്ഷോഭങ്ങൾക്കൊന്നും തന്നെ അടിമപ്പെടാതെ അത്രയും ഇന്നും അതുപോലെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമത്രേ തിരുച്ചെന്തൂർ. ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ, വിന്തത്തിനൂരി, ഇത് രാഘവൻ ഗുരുജി ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ മെലോഡിയസ് ആയിട്ടുള്ള യമുന കല്യാണി എന്ന രാഗത്തിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാട്ടിലേക്ക് കിടക്കാം, അതിനുശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നോക്കാം. രാഗം യമുന കല്യാണി, സ്ഥലം തിരുച്ചെന്തൂർ. വിന്തത്തിനൂരി വந்தது കായം വിന്തത് കോടി ഇനി മേലോ
விண்டு விடாமல் உன் பதமேவு விஞ்சையர் போல அடியேனும் வந்து விநாச முன்களி தீர வஞ்சிவ ஞான வடிவாகி வந்து விநாச முன்களி தீர வஞ்சிவ ஞான வடிவாகி வன்பதமேறி என் களையார வந்தருள் பாத மலர்த்தாராய் இந்தன்னுள்ளேக செஞ்சுடராகி என் கனிலாடு தழல் வேணி இந்தயர் தேடும் அன்பர் சகாயர் எங்கள் சுவாமி அருள்பாலா சுந்தர ஞானமென் கூறமாது தந்திரு மார்பில் அணைவோனே சுந்தர ஞானமென் கூறமாது தந்திரு மார்பில் அணைவோனே சுந்தரமான செந்திலில் மேவு கந்த சுரேசர் பெருமாளே வன்பதமேறி என் களையார வந்தருள் பாத மலர்த்தாராய் செந்திலில் மேவு பெருமாளே. ഇനി ഇതിന് നമുക്ക് അർത്ഥതലങ്ങളിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് ഇത് ശരിക്കും ഇവിടെ നമ്മളെ അരുണഗിരിനാഥർ ഫിലോസഫി ഓഫ് ലൈഫ് ആണ് പറയുന്നത്. അതായത് വിന്തത്തിനൂറി വന്നത് കായം ചാൽ നമ്മുടെ ശരീരം, ഒരു മനുഷ്യ ശരീരം ഉണ്ടാവുന്നത് ഒരു പുരുഷരേതസ്സിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ലഭിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിൻ്റെ പൂർവാവസ്ഥകൾ എന്ന് പറഞ്ഞാൽ കോടാനുകോടി ശരീരങ്ങൾ വെന്ത് നീറിക്കഴിഞ്ഞ് ലഭിച്ചതാണ് ഈ ഒരു ജന്മം ഒരു മനുഷ്യന്. അപ്പോൾ ഈ കോടാനുകോടി ജന്മങ്ങളിൽ പലവിധമായ ഇങ്ങനെയുള്ള ഒരു ജനന മരണ ചക്രത്തിൻ്റെ കാരണം തന്നെ പലവിധമായ കർമ്മങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കർമ്മഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിന്തത്തിനൂറി വന്തത് കായം, അങ്ങനെ ലഭിച്ച ശരീരം വെന്തത് കോടി, അതായത് ഒരുപാട് കോടി ശരീരങ്ങൾ വെന്ത് കഴിഞ്ഞ് വന്നതാണ് ഈ ഒരു ജന്മം നമുക്ക്. അങ്ങനെയുള്ളത് ഇനിമേലോ വിണ്ടുവിടാമൽ എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ഇങ്ങനെയൊരു ഇത് വേണ്ട, ഇനി എനിക്കൊരു ജന്മം വേണ്ട ഭഗവാനെ. ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ജന്മം എനിക്കിനി വേണ്ട. അപ്പോൾ ഉൻപദമേവ് വിഞ്ചയർ പോലെ അടിയേനും, അതായത് ഇനി എനിക്ക് നിന്നിൽ നിന്ന് ഇനി ഭാവിയിൽ തന്നെ എനിക്ക് നിന്നെ വിട്ടിട്ടുള്ള ഒന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ജനന മരണ ചക്രത്തിൽ പെട്ടുപോകാൻ വെച്ചാൽ ഭഗവാനിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുകയാണ്. അപ്പോൾ എനിക്കതിനി താങ്ങാൻ വയ്യ, നിന്നെ വിട്ടിട്ടുള്ളത് എനിക്കിനി താങ്ങാൻ വയ്യ ഭഗവാനെ. അപ്പോൾ ഇനി ഉൻപദമേവ് വിഞ്ചയർ പോലെ അടിയേനും വെച്ചാൽ നിൻ്റെ പാദം എനിക്ക് അണയണം. അതിനെന്താ ഒരു മാർഗമുള്ളത്? വിഞ്ചയർ പോലെ വെച്ചാൽ ജ്ഞാനികളെ പോലെ. ജ്ഞാനികൾ എന്താ ചെയ്യണേ? ഭഗവാന്റെ പാദത്തിനെ ധ്യാനിച്ച് മോക്ഷപദം പ്രാപിക്കുകയാണ്. അപ്പോൾ അതുപോലെ ജ്ഞാനികളുടെ മാർഗം പിന്തുടർന്ന് ജ്ഞാനികളുടെ സത്സംഗം ഏറ്റുവാങ്ങിയിട്ട് എനിക്കും നിൻ്റെ പാദം അണയണം എന്ന് പറയുകയാണ് ഇവിടെ. എത്ര മനോഹരമായ ചിന്താഗതിയാണ്, നോക്കണം. ഇനി വന്ത് വിനാശ മുൻകളി തീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടാനുകോടി ജന്മങ്ങളിൽ ഞാൻ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന സർവ്വവിധമായ സഞ്ചിത കർമ്മങ്ങളെല്ലാം തന്നെ എനിക്ക് ഇല്ലാണ്ടാക്കണം. അതാണല്ലോ എൻ്റെ ഇനിയുള്ള ജന്മങ്ങൾക്കും കാരണമായി വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് തീർത്തും ഇല്ലാണ്ടാക്കണം. അതിനെന്താ എനിക്ക് വേണ്ടത്? വൻ ശിവജ്ഞാനം ആത്മജ്ഞാനം കൂടിയേ തീരും. അപ്പോൾ ശിവജ്ഞാനം ലഭിക്കണമെങ്കിൽ എനിക്ക് ജ്ഞാനികളുടെ മാർഗം പിന്തുടർന്നേ മതിയാവൂ എന്ന് പറയാം.
അപ്പോൾ വൻശിവജ്ഞാനം വേണം. വൻപദമേറി വെച്ചാൽ മോക്ഷം, വൻപദം വെച്ചാൽ മുക്തിമാർഗം. ആ മുക്തിമാർഗം പ്രാപിക്കണമെങ്കിൽ, ആ ശിവജ്ഞാനം അറിയണമെങ്കിൽ എനിക്ക് എന്താ വേണ്ടത്? നീ എൻ്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടൂ, എനിക്ക് ആ പാദം മുറുക്ക പിടിക്കണം എന്നറിയാം. അതാണ് അതിനുള്ള മാർഗം എന്നാണ് ഇവിടെ പറയുന്നത്. വൻപദമേറി എൻ കളയാറ്, എൻ്റെ എല്ലാ മറ്റേ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത് എല്ലാം തീർക്കണമെങ്കിൽ അതിന് വന്തരുൾ പാദ മലർത്താരായി, അങ്ങയുടെ പാദമലർ എനിക്ക് തന്നൂടെ ഭഗവാനെ. എനിക്ക് ഇതിൽ നിന്നൊക്കെ മോക്ഷം കിട്ടണമെങ്കിൽ നിൻ്റെ പാദം കൂടിയേ തീരൂ, ഒന്ന് വന്ന് എന്നെ അനുഗ്രഹിച്ചൂടെ മുരുക എന്നുള്ള മനോഹരമായ പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. ഇനി എന്തനുള്ളേക സെഞ്ചുടരാകി എൻ കനിലാട് തഴൽവേണി, അതായത് എന്തനുള്ളേക സെഞ്ചുടരാകി വെച്ചാൽ നമ്മുടെ ഉള്ളിൽ സെഞ്ചുടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദീപ്തമായിട്ടുള്ള ആ പ്രകാശിക്കുന്ന ആ എന്താ പറയുക നമ്മുടെ പ്രാണൻ, ആ പ്രകാശം എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പരമശിവനാണ്. ആ ഭഗവാനാണ് നമ്മുടെ ഉള്ളിൽ സെഞ്ചുടരായിട്ടിരിക്കുന്നത് അല്ലേ. കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ ഭഗവാനെ നിൻ്റെ താണ്ഡവം, നിൻ്റെ നൃത്തം, ആ ജടാ ഇതുകളെ ഇളകിയിട്ടുള്ള നിൻ്റെ നൃത്തം കാണുകയാണ് ഞാൻ. എൻ്റെ ഉള്ളിലുള്ള ആ സെഞ്ചുടരാണ് നീ. അങ്ങനെയുള്ള എൻ്റെ പരമഗുരുവും എൻ്റെ പിതാവുമായ, അതായത് എൻ്റെ പിതാവും പരമഗുരുവായ മറ്റേ എന്താ പറയുക സാക്ഷാൽ ഭഗവാനെ. അത് ഇവിടെ രണ്ട് റെഫറൻസസ് എടുക്കാം നമുക്ക്. അതായത് ശിവഭഗവാനെയും നമുക്ക് പിതാവായിട്ട് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഗുരുവായ മുരുക അങ്ങയുടെ പിതാവാണ് എൻ്റെ ഉള്ളിലുള്ള ഈ സെഞ്ചുടരായിട്ടിരിക്കുന്നത് എന്നും പറയാം. അവിടെ രണ്ട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തയർ തേടും അൻപർ സഹായർ എങ്കൽ സ്വാമി അരുൾബാല. അപ്പോൾ ഇങ്ങനെയുള്ള പരമശിവൻ്റെ ബാലനായിരിക്കുന്ന മുരുക ഭഗവാനെ, നീ എനിക്ക് അരുൾ തരണം, നീ എനിക്ക് ഈ ശിവജ്ഞാനം പകർന്നു തന്ന് എൻ്റെ അകക്കണ്ണിനെ തുറപ്പിക്കണം. അതിന് എനിക്ക് നിൻ്റെ പാദം കൂടിയേ തീരൂ ഭഗവാനെ, നീ എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ സുന്ദരജ്ഞാനം എൻകുറമാത്. ഇവിടെ കുറമാത് എന്ന് പറയുമ്പോഴൊക്കെ കുറവൻ കുലത്തിൽ ജനിച്ച അമ്മ ആരാണ്? മാത് വെച്ചാൽ പെണ്ണ്. കുറത്തി പെണ്ണാരാണ്? ഇവിടെ വള്ളിയമ്മയാണ്. അപ്പോൾ വള്ളിയമ്മേൻ്റെ വർണ്ണന എങ്ങനെയാണെന്ന് വെച്ചാൽ അതീവ സുന്ദരിയും അതീവ ബുദ്ധിമതിയും എന്നാൽ വളരെ സോഫ്റ്റുമായിട്ടുള്ള ഒരമ്മയാണ്. അത്ര ഭംഗിയാത്രേ വള്ളിയമ്മ. അപ്പോൾ ആ വള്ളിയമ്മേനെ ചേർത്ത് പിടിച്ചിട്ട് വള്ളിയമ്മയുടെ മാറോട് ചേർന്ന് നിൽക്കുകയാണ് അത്രയും മുരുക ഭഗവാൻ. പതിയായിട്ട് ഭർത്താവായിട്ട് നിൽക്കുന്ന ആ മുരുക ഭഗവാനെ തന്തിരു മാർബിലാണ് ഇവോനെ സുന്ദരமான സെന്തിലിൽ മേവ്. അപ്പോൾ അങ്ങനെയുള്ള ഇത്രയും മനോഹരമായ സെന്തിലിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുച്ചെന്തൂരിനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും മനോഹരമായ സെന്തിലിൽ തിരുച്ചെന്തൂരിൽ വാഴുന്ന ഭഗവാനെ കന്ദ സുരേശ്വർ പെരുമാളെ. സുരേശൻ എന്ന് പറഞ്ഞാൽ സുരന്മാരുടെ ഈശ്വരൻ, അതായത് ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നവനായ അങ്ങ്, കന്ദനായ അങ്ങ് പെരുമാളെ, ഇത്രയും മനോഹരമായ തിരുച്ചെന്തൂരിൽ അങ്ങ് മേവുകയാണ്, അങ്ങ് വാണരുളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പുകഴ്ത്തുകയാണ് ഇവിടെ. അപ്പോൾ ഇതിനുള്ള ഇങ്ങനെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ടോട്ടൽ ഫിലോസഫിയാണ് ഇവിടെ. നമുക്ക് മോക്ഷപദത്തിലേക്ക് വേണ്ട മാർഗം ഭഗവാന്റെ പാദമാണ്. അത് നൽകി ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി ഭഗവാൻ അരുള് നൽകി അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാം ഉള്ളിൽ നിന്ന് ഭഗവാന് സമർപ്പിക്കാം നമുക്ക് എല്ലാവർക്കും ചേർന്ന്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഈ ഒരു തിരുപ്പുകളിലൂടെ. മുരുകാശരണം എല്ലാവർക്കും.